ഡാഡി വന്നു, മുത്തിന്റെ ഡാഡി വന്നു. ആശുപത്രി പോയിട്ട് എവിടെ തങ്കം? എവിടെ? അവിടെ ഡോക്ടർ വരാൻ വൈകും. അമ്മാവനിരിപ്പുണ്ട്. ഞാൻ ഇവിടെ കറിയൊന്നും വെച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ഏട്ടൻ വരുമല്ലോ. ഇപ്പൊ തന്നെ ഞങ്ങൾ തിരിച്ചു പോവും. പോവല്ലേ? ഇപ്പൊ തന്നെ പോവും. എന്ത്? ഒന്നുമില്ല. നീ അത് എടുക്കഞ്ഞു എടുക്കും. ഓ, ഞങ്ങൾ ആരിവിടെ കൂടി വെച്ചെന്ന് അതിലെന്താന്ന് എനിക്ക് മനസ്സിലായി. അത് പിന്നെ എന്താന്ന് വെച്ചാൽ സാനിറ്റൈസർ അല്ലേ? സാനിറ്റൈസർ. നമ്മളെ തരയൻ സാറിന്റെ പാർട്ടിയുടെ ഒരു മീറ്റിംഗ് ഉണ്ട് മറ്റന്നാള്. അപ്പൊ അവിടെ വരുന്ന എല്ലാവർക്കും നമ്മൾ കുറച്ചായിട്ട് ഇതിന് മാത്രം എന്തോരം ഉണ്ട്? അല്ലേ, സാനിറ്റൈസർ എല്ലാവർക്കും നമ്മൾ ഇത് കൊടുത്തു വിടണുണ്ട്. കുറച്ച് ഇതാക്കി എനിക്കൊരു കുപ്പിയിൽ കുറച്ച്. നിനക്ക് ഇതിന്ന് തരാൻ പറ്റൂല. നിനക്ക് ഇല്ല ലില്ലിമാളെ, നിനക്ക് വേറെ കൊണ്ടുതരും ഞാൻ. പിന്നെ ഇത് നീ തുറന്നു നോക്കിയാ? തുറന്നു നോക്കണം. എന്താ കണ്ടറിയത്തില്ലേ? തുറക്കാത്ത നന്നായി നന്നായി. പോവാൻ എന്നാലും നേതാവിന്റെ പെങ്ങളൊരു മണ്ടി തന്നെ. ഇതെന്താണെന്ന് നോക്കുപോലും ചെയ്തിട്ടില്ല. ഈ പറയുന്ന ആള് ഭയങ്കര ബുദ്ധിമാനല്ലേ? ഈ പോടാ, ഞാൻ എന്ത് ചെയ്യുന്ന? എടാ നിന്നോട് ആരാണ് പറഞ്ഞത് ഈ സാധനം കൊണ്ടുവന്ന് അവിടെ അപ്പുറത്ത് വീട്ടിൽ വെക്കാനാ? നേതാവല്ലേ പറഞ്ഞ സുരക്ഷിതമായി ഇവിടുത്തെ വെക്കാൻ. എടാ സുരക്ഷിതമായിട്ട് വെക്കാൻ പറഞ്ഞാൽ നമ്മുടെ ഈ ചായപ്പിൽ എങ്ങനെ കൊണ്ടുവെക്കാനാണ് പറഞ്ഞത്. എടാ ഒരു കാര്യം പറഞ്ഞാൽ അത് മാത്രമല്ല ചെയ്യേണ്ടത്, കുറച്ചൊക്കെ സ്വന്തം ബുദ്ധി കൂടി ഉപയോഗിക്കണം. അതെങ്ങനെ ബുദ്ധി ഉണ്ടായിട്ട് വേണ്ടേ? എടാ എൻ്റെ പൊന്നെ, എടാ നിങ്ങൾ ഇതൊന്ന് നിർത്ത്. ഇത് എങ്ങനെയെങ്കിലും പെട്ടെന്ന് ആരെങ്കിലും പറഞ്ഞതിന് മുമ്പ് ഇതിനെ രണ്ടാക്കിയിട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ നോക്ക. എന്താ ബക്കറ്റുകളിൽ കക്കൂസി പോകണ? ഞാൻ കുളിക്കാൻ പോകണ. അല്ല ആവശ്യം മിണ്ടാതെ നിൽക്കുമോ? നീ എന്തിനും ഇതെടുത്ത് ഒഴിക്കാൻ പോകണം? ഇത് ചെറിയ സാധനമല്ല, ഇത് ചില്ലറ. പിടിച്ച് ഇങ്ങനെയാണോ ഒഴിക്കാൻ? അല്ലയാ ആ ബെന്നി പറയുന്നത് ഞാൻ അവനോട് 5 പറഞ്ഞു. അപ്പോൾ അവൻ പറയുന്നത് 3-നാണ് എടുത്തോളാം. അയ്യാ, മൂന്നിന് നമ്മൾ ഇതിൻ്റെ പകുതി കൊടുക്കുമെന്ന് പറഞ്ഞാൽ മതി. നീ വെപ്രാളപ്പെടേണ്ട അളിയാ. ഞാൻ എൻ്റെ 1-2 പേരെ കൂടെ വിളിക്കാനുണ്ട്. അവരെയും കൂടെ വിളിച്ച് നമ്മൾ വില നോക്കിയിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. ഇതിപ്പോൾ ഇങ്ങനെ പകുതിയായ കളയല്ലേ അളിയാ? കളയുന്നില്ല. നീ സംസാരിച്ച് പായ ആയില്ല ശകലം കൂടിയുണ്ട് അല്ലേ? അതുണ്ട് ആക്കല് പറഞ്ഞില്ലേ ഒരു പെരുപ്പ് പിടി ചൂടൊഴിക്കും. നമുക്ക് എന്തായാലും ഓരോ ഗ്ലാസ് അടിക്കാം. അതെ, ബഹളം വയ്ക്കല്ലേ. നമുക്കിപ്പോൾ തൽക്കാലം അത് വേണ്ട. വെച്ച് നോക്കിയാൽ എങ്ങനെയായി? അറിയാ വിളിക്കുന്നേ. ഹലോ, സമ്മതിക്കരുത്, വില പറ. ഓക്കെ. മുത്തേ എന്തടി? അത് പിന്നെ സാനിറ്റൈസർ വേറെ, ഇത് നമ്മൾ മീറ്റിങ്ങിനുള്ള വരണവർക്ക് കുടിക്കാനുള്ള വെള്ളം അതെടുക്കണേ. അതിന് 3 ദിവസം കഴിഞ്ഞല്ലേ സംഭവം, ഇപ്പോഴേ വെള്ളം. അതെന്താ അറിയാമോ, ഇത് നമ്മൾ നേരത്തെ എടുത്തുകൊണ്ട് പോയി ഇത് നമ്മൾ ചൂടാക്കി തിളപ്പിച്ച് ഇതിനെ പിന്നെ ഫ്രഷാക്കി നേതാക്കന്മാർക്ക് കൊടുക്കാൻ. പിന്നെ അമ്മ വിളിച്ചിരുന്നു, ഡോക്ടർ എത്താറായപ്പോ നമ്മളിപ്പോ അങ്ങോട്ട് പോകണം. പിന്നെ ചേട്ടാ പോവാ. പിന്നെ ലില്ലിമോളെ, തങ്കം അമ്മാവനും ചോദിച്ചാല് ഞാൻ ഈ മറ്റന്നാളത്തെ മീറ്റിങ്ങിന്റെ കുറെ കാര്യങ്ങൾ ഇവിടെ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ തിരക്കിലായതുകൊണ്ടാണ് എന്ന് പറ. പിന്നെ അവിടെ നിങ്ങളോട് തിരിക്കുമ്പോ എന്നെ ഒന്ന് വിളിക്കണേ. വിളിച്ചിട്ടേ തിരിക്കാവൂ.